Hey guys, Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു റെസിപ്പി ചോദിച്ചിട്ട്. സോ ആസ് റിപ്ലൈ ഐ ആം മേക്കിംഗ് ദിസ് വീഡിയോ ആൻഡ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം. നെക്സ്റ്റ് ആയിട്ട് പുഡിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാൻ ഞാനിവിടെ മേരി ലൈറ്റിൻ്റെ ഓറഞ്ച് ഫ്ലേവേർഡ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ ഫ്ലേവേർഡ് ബിസ്ക്കറ്റ് എടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്ത് അതിലേക്ക് 100 grams ഓഫ് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം ആസ് ഷോൺ ഇൻ ദ വീഡിയോ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കുന്ന ടിന്നിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റൗവിൽ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കുക. കൂടെ ആ പാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിനാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. So be careful. പാലൊന്ന് ബോയിലായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓഫ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചൈന ഗ്രാസിൽ നിന്ന് മെൽട്ടായി വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പാലിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ചൈന ഗ്രാസ് നന്നായി മെൽട്ടായി കഴിഞ്ഞാൽ അതും പാലിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി പാലിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആൻഡ് ദ സെക്കൻഡ് ലെയർ ഈസ് റെഡി. ഇനി പാലിൻ്റെ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് ലെയറിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഇത് 10 മിനിറ്റ്സ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് ടോഫി ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിൽ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ച് അതിന് ലെവലായ രീതിയിൽ വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ 3 വിസിൽസ് വരെയാണ് വെക്കുന്നത്.
ആൻഡ് ഇപ്പോൾ നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ടോഫി ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെറിയ ബോട്ടിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ടോഫി ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. സോ ഐ ആം യൂസിങ് ഇറ്റ് കംപ്ലീറ്റ്ലി. ഇനി അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സ്മാഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ക്രീം ഫ്ലഫി എടുക്കുന്ന വേണ്ട ലൂസായിട്ടുള്ള ക്രീം തന്നെ യൂസ് ചെയ്യുക. ബീറ്റർ ഒന്നും കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പൂണ് കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ടോഫി ക്രീം നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ തേർഡ് ആൻഡ് ലാസ്റ്റ് ലെയർ ഓഫ്. ഇത് ഈക്വലായിട്ട് പുഡിംഗ് ട്രേയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. And then we can garnish it. ഞാനിവിടെ ആൽമണ്ട്സ് ആൻഡ് കാഷ്യൂ യൂസ് ചെയ്തിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ആൽമണ്ട്സ് പീൽ ചെയ്ത് ഫ്ലവർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് കാഷ്യൂസ് ആർ ബീയിങ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. Using some white sprinkles for more attraction. And that's all. ടേസ്റ്റി ആൻഡ് അടിപൊളി ആയിട്ടുള്ള പുഡിംഗ് ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ലൈക്ലി വീഡിയോസ് ആൻഡ് enable the bell icon for the notification of new videos I have posted. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. And thank you for watching my video.